ഇന്നൊരു ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി വെച്ചാലോ? അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഇതിൻ്റെ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതേ നീളത്തിൽ ഒരു ചെറിയ ഈ ഒരു വലിപ്പത്തിലാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് അരിയാം. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഞാനൊരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതേ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം. നമുക്ക് എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടി ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. കാരണം ഞാൻ ഇതിലേക്ക് കുരുമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി ചേർത്തേക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. ഇനി കുരുമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഞാൻ മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ മസാല എല്ലാം ഉരുളക്കിഴങ്ങിലേക്ക് പിടിക്കും കേട്ടോ. ഇനി ഇതേ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട്. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഉരുളക്കിഴങ്ങില്ലേ, അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. 2-3 പച്ചമുളകോട് നടുക്ക് കീറി ഞാൻ ഇടുന്നുണ്ട്. ഇനി അല്പം കറിവേപ്പിലയോട് ഞാൻ ഇടുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടി. അപ്പോൾ അതും ഇട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് അടച്ച് വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ച് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ നമ്മൾ അടച്ച് വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഇത് വെന്ത് വരും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 2-3 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവേ. അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ വെള്ളം ഒഴിച്ച് വേവിച്ച് അങ്ങനെ മെഴുക്കുവരട്ടിയൊക്കെ വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇതിനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ.